أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كونوا أنصار الله كما قال عيسى ابن مريم للحواريين من أنصاري إلى الله قال الحواريون نحن أنصار الله فآمنت طائفة من بني إسرائيل وكفرت طائفة فأيدنا الذين آمنوا على عدوهم فأصبحوا ظاهرين. صدق الله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الله ربي عليه توكلت نعم المولى ونعم النصير. ആദരണീയരായ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും അഖില പ്രപഞ്ചത്തിൻ്റെയും നാഥനായ അള്ളാഹുവിനെ വഴിപ്പെടുവാൻ, അവനുമായുള്ള മുഖാമുഖത്തെ മുഖ്യ പ്രശ്നമായി കാണുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുവാൻ ആദ്യമേ വസീയത്ത് ചെയ്യുകയാണ്. ഗതകാല ജീവിതത്തിൽ സംഭവിച്ച എല്ലാ വീഴ്ചകളും പാപങ്ങളേറെ പൊറുക്കുന്ന പടച്ചതമ്പുരാൻ, മാപ്പേറെ നൽകുന്ന റബ്ബ് നമുക്ക് പൊറുത്തു തന്നു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൃഢവിശ്വാസത്തോടുകൂടി സ്വർഗത്തെ മാത്രം ലക്ഷ്യമാക്കി മുന്നോട്ട് ജീവിതത്തെ നയിക്കുന്ന, ഭാവി ജീവിതത്തെ അങ്ങനെ നയിക്കുന്ന ബുദ്ധിശാലികളായ വിശ്വാസികളിലും അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മിൽപ്പെട്ട രോഗികൾ, രോഗശയ്യയിലായവർ, ജീവിത പ്രയാസങ്ങളിൽ വലയുകയും അലയുകയും ചെയ്യുന്നവർ, അള്ളാഹു അവർക്കെല്ലാം ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, അള്ളാഹു അവർക്കെല്ലാം ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ രാജ്യം തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ അലിഞ്ഞു ചേർന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തും ഇന്ന് ഇലക്ഷനാണ്, നമുക്കറിയും. അഥവാ അതിൻ്റെ ഏറ്റവും സുപ്രധാനമായ വോട്ടെടുപ്പാണ്. എല്ലാ സഹോദരങ്ങളോടും സഹോദരിമാരോടും തീർച്ചയായും നമ്മളൊക്കെയും അതിൽ പങ്കാളികളാകണം എന്ന് പ്രത്യേകമായി ആദ്യമേ ആവശ്യപ്പെടുകയാണ്, ഉണർത്തുകയാണ്. നമ്മുടെ രാജ്യം അതീവ സങ്കീർണമായ ഒരു പ്രതിസന്ധിയിൽ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ മാറ്റം വരുത്താൻ പറ്റുന്ന ഒരു സന്ദർഭത്തെയും ഒരു വേദിയെയും ഉപയോഗപ്പെടുത്താതിരിക്കാൻ ഈ രാജ്യത്തോടോ സമുദായത്തോടോ ആത്മാർത്ഥതയുള്ളവർക്ക് സാധ്യമല്ല. പക്ഷെ ഇതൊക്കെ ഓർമ്മപ്പെടുത്തുന്ന സന്ദർഭത്തിൽ മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അധികാരം, ഭരണം എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തെ, വിശ്വാസ ജീവിതത്തെ നന്നാക്കുവാനും നശിപ്പിക്കുവാനും അധികാരം കയ്യിലുള്ളവർക്ക് സാധിക്കുമെന്നതാണ് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം. യഥാർത്ഥത്തിൽ മനുഷ്യന്റെ അവന്റെ മേലുള്ള അധികാരത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ വളരെ ശക്തമായി പഠിപ്പിക്കുന്ന ഒരു കാര്യം അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ മേൽ മനുഷ്യന്റെ ആധിപത്യമല്ല, അള്ളാഹുവിന്റെ ആധിപത്യം നടപ്പാകണം എന്നതാണ് ഏറ്റവും സുപ്രധാനമായ വിശുദ്ധ ഇസ്ലാമിന്റെ അധ്യാപനം എന്ന് നമുക്ക് കാണാൻ കഴിയും. കാരണം
മനുഷ്യൻ അധികാരങ്ങൾ പലപ്പോഴും കൈകാര്യം ചെയ്യുമ്പോൾ, അഥവാ മനുഷ്യനിർമ്മിതമായ വ്യവസ്ഥിതികളുടെ അധികാര കയ്യാളം ചരിത്രത്തിൽ പലപ്പോഴും അനീതിയുടെയും അക്രമങ്ങളുടേതുമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. കാരണം മനുഷ്യനുണ്ടാക്കുന്ന ഏത് വ്യവസ്ഥിതിയും മനുഷ്യനെ പോലെ സഹജമായ ദൗർബല്യങ്ങളുള്ളതായിരിക്കും. മനുഷ്യൻ എത്ര വലിയ പണ്ഡിതനാവട്ടെ, എത്ര വലിയ ബുദ്ധിമാനാവട്ടെ, എല്ലാ മനുഷ്യർക്കും ഉപകാരപ്പെടുന്ന, എല്ലാവരുടെയും ആവശ്യങ്ങൾ പരിഹരിക്കുന്ന, എല്ലാ കാലത്തേക്കും ഫിറ്റായ അന്യൂന്യമായ ഒരു നിയമം അല്ലെങ്കിൽ ഒരു ജീവിത ദർശനമുണ്ടാക്കാൻ മനുഷ്യന് കഴിയില്ല. കാരണം അവന്റെ അറിവില്ലായ്മയാണ്. കാരണം മനുഷ്യൻ എന്ന് പറയുന്നത് അല്പകാലം ഭൂമിയിൽ ജീവിച്ചു തിരിച്ചു പോകുന്നവനാണ്. കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ സംവത്സരങ്ങൾ, ആയിരക്കണക്കിന് കോടി മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ചോ ജീവിത പ്രശ്നങ്ങളെക്കുറിച്ചോ ശാന്തമായി പഠിക്കുക എന്നതുപോലും ഒരു മനുഷ്യന് സാധ്യമല്ല. എന്തിന് വർത്തമാനകാല ജീവിതത്തെ കോടിക്കണക്കായ മനുഷ്യരുടെ പ്രശ്നങ്ങൾ പോലും പഠിക്കാൻ, അതിൽ നിന്ന് ശരിയായ ഒരു വീക്ഷണം രൂപപ്പെടുത്താൻ മനുഷ്യൻ അശക്തനാണ് എന്നറിയണം. ഭാവിയെക്കുറിച്ചാണെങ്കിലോ നാളെ എന്ത് സംഭവിക്കുമെന്ന് പോലും അറിയാത്ത മനുഷ്യൻ പൂർണ്ണമായും ഒരു ചുക്കും അറിയാത്തവനാണ് ആ വിഷയത്തിൽ. ഈ സഹജമായ മനുഷ്യന്റെ ദൗർബല്യങ്ങളാണ്, അതിന് പരിഹാരമാണ് പടച്ചതമ്പുരാൻ മനുഷ്യരാശിക്ക് യഥാർത്ഥ നീതിയിൽ അധിഷ്ഠിതമായ ഒരു നിയമ സംവിധാനം ഏർപ്പെടുത്തിയത്. ആ സംവിധാനം മനുഷ്യൻ കൈയാളുന്നതിനെ കുറിച്ചാണ് താവൂത്ത് എന്ന പദവും വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചത് എന്ന് നമ്മൾ അറിയണം. പ്രിയമുള്ള സഹോദരന്മാരെ, അതുകൊണ്ടാണ് മനുഷ്യ നിർമ്മിതങ്ങളായ പ്രസ്ഥാനങ്ങളും ദർശനങ്ങളുമൊക്കെ തകർന്നടിഞ്ഞു വീഴുന്നത്. പക്ഷെ അതിനിടയിൽ ഒരുപാട് മനുഷ്യർക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നത്. ഫാസിസവും നാസിസവും ഇറ്റലിയും ജർമ്മനിയും ഒക്കെ അതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളാണ് എന്നുകൂടി ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കണം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഇസ്ലാം ആഗ്രഹിക്കുന്നത് മനുഷ്യന്റെ മേൽ മനുഷ്യന്റെ ആധിപത്യമല്ല, മനുഷ്യ ദർശനങ്ങളുടെ ആധിപത്യമല്ല, മറിച്ച് മനുഷ്യന്റെ സൃഷ്ടാവായ പടച്ചതമ്പുരാന്റെ, ഭൂമിയുടെ ഉടമയായ പടച്ചതമ്പുരാന്റെ നിയമങ്ങൾക്കും വ്യവസ്ഥകൾക്കും ദർശനവുമാണ് മാനവരാശിക്ക് സമാധാനവും സ്വസ്ഥതയുമുള്ള ജീവിതം നൽകുക. ഹുവല്ലദീ അർസല, ഇതൊക്കെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ്. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ്, അല്ലാഹുവാണ് പ്രവാചകനെ പറഞ്ഞയച്ചത് സത്യവും സന്മാർഗവുമായി. ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി, മനുഷ്യനിർമ്മിതങ്ങളായ എല്ലാ വ്യവസ്ഥകൾക്കും മേൽ ഈ ദൈവിക ദർശനത്തിന്റെ ആധിപത്യത്തിന് വേണ്ടി എന്നാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത്. പ്രിയമുള്ളവരെ, അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്ന മുഴുവൻ കർമ്മങ്ങളും നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ വിശദീകരണം നൽകേണ്ടി വരുമെന്ന് ഭയപ്പെടുന്ന സച്ചരിതരായ മനുഷ്യർ ഭരണം നടത്തിയ ചരിത്രവും ആ സംഭവങ്ങളാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. യുബ്രട്ടീസിന്റെ തീരത്ത് ഒരു ആട്ടിൻകുട്ടി വിശന്നു മരിച്ചാൽ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ഞാൻ കുറ്റവാളിയാകുമെന്നോർത്ത് കരയുന്നവർ അന്നുണ്ടായിരുന്നുവെങ്കിൽ, ഇന്ന് മനുഷ്യനെ പട്ടിയെപ്പോലെ തെരുവോരങ്ങളിൽ തല്ലിച്ചതക്കുമ്പോ ആർത്തിച്ചിരിക്കുന്നവരെയും നമുക്ക് കാണാൻ കഴിയുന്നത് ഈ വ്യവസ്ഥിതികളുടെ വ്യത്യാസം കൊണ്ട് തന്നെയാണ് എന്നെന്റെ സഹോദരങ്ങൾ അറിയണം. അതുകൊണ്ട് തന്നെ ഈ സന്ദർഭത്തിൽ വീണ്ടും നമ്മൾ ഓർക്കേണ്ടത്, അള്ളാഹു നൽകിയ അനുഗ്രഹീതമായ ഒരു വ്യവസ്ഥിതി അല്ലെങ്കിൽ ഒരു അനുഗ്രഹം കയ്യിലുണ്ടായിരുന്നിട്ടും അത് അത്തരത്തിലുള്ള ഒരു ജീവിത പദ്ധതിയാണെന്ന് ചിന്തിക്കുവാനോ പഠിക്കുവാനോ, അത് ലോകത്തിന് നൽകുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് ചിന്തിക്കാനോ സന്നദ്ധമാവാതെ ഞാനും നിങ്ങളും കടന്നു പോകുന്നതാണ് ഏറ്റവും വലിയ വിഷയങ്ങളെന്ന് നമ്മൾ അറിയണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖുലഫാഉർ റാഷിദുകളും അവരുടെ ജീവിതത്തിൽ ഭരണരംഗത്ത് കാഴ്ചവെച്ച മഹനീയമായ മാതൃകകളും സംഭവങ്ങളും പ്രസംഗിക്കുവാനും വാല് പറയാനും മാത്രമുള്ളതാണെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാമൂഹിക വ്യവസ്ഥയിൽ നമ്മുടെ പണ്ഡിതന്മാർക്ക് പോലും അതിനപ്പുറത്തേക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിൽ, പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ ഓതി വെച്ച ആയത്ത്
നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അള്ളാഹു പറയുന്നത്, അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കുക എന്നത് വിശുദ്ധ ഇസ്ലാം, വിശുദ്ധ ഖുർആൻ ആവശ്യപ്പെട്ട ഒരു കാര്യമാണ്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, കൂനു അൻസാറല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന്റെ സഹായികളാവുക. നമുക്കറിയാം അള്ളാഹിന്റെ സഹായം എന്താണെന്ന് തഫ്സീറുകൾ വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ ദീനിനെ നിങ്ങൾ സഹായിക്കണം. മഹാനായ ഇമാം തബരി അദ്ദേഹം ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, അതിന്റെ ഉദ്ദേശം നിങ്ങൾ നിങ്ങളുടെ കഴിവുകൾ കൊണ്ട്, ഐ ബിൽ അഖ്വാലി വൽ അഫ്ആൽ, നിങ്ങളുടെ വാക്കുകൾ കൊണ്ട്, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട്, വദാലിക ബിൽ ഖിയാമിദ്ദീനി ലില്ലാഹ്, അള്ളാഹുവിന്റെ ദീനിന് ഖിയാം, മേൽക്കോയ്മ കിട്ടുന്ന, ഉയർച്ച കിട്ടുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നതാണ്. വൽ ഹിർസു അലാ തംഫീദി അലൽ ഗൈരി വജിഹാദി മൻ ആയിദഹു വബായിദഹു, ആ ആദർശത്തെ നശിപ്പിക്കുവാനും തകർക്കുവാനും ശ്രമിക്കുന്നവർക്കെതിരെ നിങ്ങൾ സമരം ചെയ്യുക എന്നാണ് അതിന്റെ താല്പര്യം. വമൻ നസറൽ ബാത്തില ബിമാ യസ്ഉമുഹു മിനൽ ഇൽമി വറദ്ദൽ ഹഖ്, ഒരാൾ തെറ്റായ ഒരു ആദർശത്തിന് വേണ്ടിയാണ് അവൻ ജിഹാദ് ചെയ്യുന്നത്, പരിശ്രമിക്കുന്നത്, സത്യത്തിന് അവൻ പുറഞ്ഞു തിരിഞ്ഞു നിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ മനസ്സിലാക്കണം, യഥാർത്ഥത്തിൽ വിശ്വാസി ചെയ്യേണ്ടത് അതല്ല. അവൻ നന്മയെ പ്രേരിപ്പിക്കുകയും തിന്മയെ വിരോധിക്കുകയും ചെയ്യേണ്ടവനാണ് എന്നതിനെ വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. അതുപോലെ തന്നെ മറ്റു പണ്ഡിതന്മാരും ഈ ആയത്തിനെ വിശദീകരിച്ചവരൊക്കെ നമ്മോട് പറയുന്ന കാര്യം അതാണ്. അള്ളാഹു വിശ്വാസികളായ തന്റെ അടിമകളോട് കൽപ്പിക്കുന്നു, അവരുടെ എല്ലാ അവസ്ഥയിലും വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും അഹ്വാലഹും ബി അഖ്വാലിഹിം വ അഫ്ആലിഹിം വ അൻഫുസിഹിം വ അംവാലിഹിം വൻ യസ്തജീബു ലില്ലാഹി വലിർറസൂൽ, അവർ അല്ലാഹുവിന്റെ റസൂലിന് അല്ലെങ്കിൽ അല്ലാഹുവിന്റെ ദീൻ, അല്ലാഹുവിന്റെ ക്ഷണത്തിന് ഉത്തരം നൽകട്ടെ. കമസ്തജാബൽ ഹവാരിയൂന ലഈസാ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഹവാരിങ്ങൾ ഉത്തരം നൽകിയതുപോലെ. പ്രിയമുള്ള സഹോദരൻ, ഞാൻ ആദ്യം ഓയത്തിലായത്തിൽ അതാണല്ലോ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു കൂനു അൻസാറുല്ലാഹ്, സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിന്റെ സഹായികളാവുക. കമാ ഖാല ഈസ ഇബ്നു മറിയം, ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതുപോലെ, ലിൽ ഹവാരിയീന, ഹവാരിങ്ങളോട്, മൻ അൻസാരി ഇലല്ലാഹ്, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് അള്ളാഹുവിനെ സഹായിക്കാനുള്ളത്? ഒരു പ്രവാചകൻ വിശുദ്ധ ഖുർആൻ വേറൊരു ഭാഗത്ത് പറഞ്ഞു, എതിരാളികളുടെ അല്ലെങ്കിൽ അതിന്റെ പ്രയാസം രൂക്ഷമായപ്പോഴാണ് ഈസാ അലൈഹിസ്സലാം ആ പദം ഉപയോഗിക്കുന്നത്. എന്നിട്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ ആരാണ് അള്ളാഹിനെ സഹായിക്കുക? ആ സമയത്താണ് അൻസാരികൾ പറഞ്ഞത്, ഖാലൽ ഹവാരിയൂന നഹ്നു അൻസാറുല്ലാഹ്, ഞങ്ങൾ അള്ളാഹുവിന്റെ സഹായിയായിട്ടുണ്ട്. ഈ സമയത്ത് അങ്ങനെ അള്ളാഹുവിനെ സഹായിക്കാൻ, ആ സഹായമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇസ്ലാമിക പ്രബോധന രംഗത്ത്, ഇസ്ലാമിന്റെ പ്രചാരണ രംഗത്ത് അള്ളാഹുവും അവന്റെ പ്രവാചകനും ഒക്കെ പഠിപ്പിച്ചത് ലോകത്തെ അറിയിക്കാനും ഇതിന്റെ മഹത്വവും മേന്മയും ഒക്കെ ലോകത്തെ ബോധ്യപ്പെടുത്തുവാനുമുള്ള നിരന്തര ശ്രമങ്ങൾ അത് നടത്തിയത്. അതിന്റെ ഫലമായി കുറെ ആളുകൾ വിജയിച്ചു, കുറെ ആളുകൾ പരാജയപ്പെട്ടു. അള്ളാഹു അവരെ സഹായിക്കുകയും ചെയ്തു. പ്രിയമുള്ള സഹോദരന്മാരെ, ഈ നിലപാട് ഒരു ചെറിയ കാര്യമല്ല. ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും നമ്മൾ ഓർക്കണം, അള്ളാഹു സഹായിക്കുന്നത് ഒരുപാട് പ്രതിസന്ധികളെ കുറിച്ചും പ്രയാസങ്ങളെ കുറിച്ചും ഒരുപാട് വട്ടം കേൾക്കുകയും ആവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. മുസ്ലിം സമുദായം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ ആശങ്കകളെ കുറിച്ച്, പ്രതിസന്ധികളെ കുറിച്ച് നിരന്തരം പങ്കുവെച്ചു കൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹ് പറയാണ്, അള്ളാഹുവിനെ സഹായിക്കുന്നവരെ അള്ളാഹ് സഹായിക്കും. അള്ളാഹുവിന്റെ ദീൻ ഒരു പ്രശ്നമല്ലാത്തവർക്ക്, അതിന്റെ താല്പര്യങ്ങൾ ഒരു പ്രശ്നമല്ലാത്തവർക്ക്, അവരെ കുറിച്ചല്ല പറയണത്. നിങ്ങൾ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ജീവിക്കാൻ, അതിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിലയുറപ്പിക്കാൻ നിങ്ങൾ സന്നദ്ധമാണെങ്കിൽ
അള്ളാഹു നിങ്ങളെ സഹായിക്കും. ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്, തീർച്ചയായും അള്ളാഹു ശക്തനാണ്, പ്രതാപവാനുമാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത് നമ്മുടെ ജീവിതത്തെ നമ്മളൊന്ന് പുനഃപരിശോധിക്കുവാനും അള്ളാഹു നൽകിയ അനുഗ്രഹീതമായൊരു ദർശനത്തെ, ഒരു ജീവിത വ്യവസ്ഥയെ, പ്രവാചകന്മാർ നടപ്പിലാക്കി കാണിച്ച ഖുലഫാഉർ റാഷിദീങ്ങൾ ലോകത്തിന്റെ മാതൃക കാഴ്ച ആ സമ്പൂർണമായൊരു ജീവിത വ്യവസ്ഥയെ ചിന്തിക്കാനെങ്കിലും ഇതുപോലുള്ള അധികാര കൈമാറ്റങ്ങൾ നടക്കുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് സാധിക്കണമെന്ന് മാത്രമാണ് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അള്ളാഹു നൽകിയ അവന്റെ ദീനിന് വേണ്ടി ജീവിക്കുന്നതിനെയാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ സഹായിക്കുക എന്ന് പറയുന്നത്. അല്ലാണ്ട് നമുക്കറിയാം, അള്ളാഹുവിന് നമ്മുടെ സഹായങ്ങളൊന്നും ആവശ്യമുള്ളതല്ല. അള്ളാഹു നമ്മൾ ആശ്രയിക്കുന്നവനല്ല. നമ്മളാണ് ഫുഖറ, അന്തുമുൽ ഫുഖറ, നിങ്ങളാണ് ദരിദ്രന്മാർ. അള്ളാഹു ഗനിയുൻ, അള്ളാഹു സമ്പന്നനാണ്. മറിച്ച് അതിന്റെ താല്പര്യം നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഈ ദീനിന് ശക്തിയേകുന്നുവെങ്കിൽ ആ അർത്ഥത്തിലാണ് അള്ളാഹു തിരിച്ചും നമ്മെ സഹായിക്കുക എന്ന് ഈ ആയത്ത് പഠിപ്പിക്കുന്നു. ആ അർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തെ കൂടുതൽ ഗൗരവത്തോടെ കണ്ടുകൊണ്ട് നമ്മുടെ ആയുസ്സിനെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തണമെന്ന് മാത്രം വസീയത്ത് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ഈ സന്ദർഭത്തിൽ ഈ വാക്കുകൾ ചുരുക്കുകയാണ്. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലെമ്പാടും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചും പാലിച്ചും ജീവിക്കാൻ ഒരിക്കൽ കൂടി വസീയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ രാജ്യത്ത് നമുക്കറിയാം, ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ പരമ്പരകളിൽ പലതും ഒരു നിലക്കും ഉൾക്കൊള്ളാൻ കഴിയാത്തത്ര സങ്കടകരമാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും സുപ്രധാന പദവി വഹിക്കുന്ന പ്രൈം മിനിസ്റ്ററുടെ പദവി വഹിക്കുന്ന ആള് ചെയ്തത് നമുക്കറിയാം. ഒരു വലിയ ബഹുജന റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞ വാക്കുകൾ അങ്ങേയറ്റം സങ്കടകരവും പ്രയാസകരവുമായ ഒന്നാണ്. അങ്ങനെയാണ് എല്ലാ നിരീക്ഷകരും അത് വിലയിരുത്തിയത്. അധികാരത്തിൽ വരുന്നത് എതിർകക്ഷിയാണ് എങ്കിൽ ഈ രാജ്യത്തിൻ്റെ സമ്പത്ത് മുഴുവൻ അത് മുസ്ലിം സമുദായത്തിന് വിധിച്ചു കൊടുക്കും, തീരെഴുതി കൊടുക്കും എന്ന നിലക്കാണ്. അക്കൂട്ടത്തിൽ നുഴഞ്ഞേറ്റക്കാരെന്നും പ്രസവിച്ച് കൂട്ടുന്നവരെന്നുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുകയുണ്ടായി. ഭരണഘടന ഏതൊരു ഭരണഘടനയെ പ്രതീക്ഷ പിടിച്ചുകൊണ്ടാണോ, അഥവാ മുഴുവൻ മനുഷ്യരും തുല്യരാണെന്നും തുല്യാവകാശമുള്ളവരാണെന്നും കൃത്യമായി രേഖപ്പെടുത്തിയ ഒരു ഭരണഘടന വകവച്ചു കൊടുത്ത സ്ഥാനത്താണ് ആ ഭരണഘടനാ സ്ഥാപനത്തിന്റെ മുകളിൽ നിന്ന് അതേ ഭരണഘടനയെ തന്നെ കയ്യിൽ പിടിച്ച് ഇത് പാലിക്കുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ഈ രാജ്യത്ത് അങ്ങേയറ്റം മോശമായ പദപ്രയോഗങ്ങൾ നടത്തുന്നത്, ഏറ്റവും സുപ്രധാന പദവികളിലിരിക്കുന്നവരാകുന്നതാണ് സങ്കടകരമായി തീരുന്നത്. ഒരു കഥ നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചത് ഓർമ്മ വരികയാണ്. ഒരു കുറുക്കനെ കുറെ പട്ടികൾ ഓടിച്ചു, കേട്ടിട്ടുണ്ടാകും, പഠിച്ചിട്ടുണ്ടാകും. അത് പേടിച്ചോടിയിട്ട് അത് ചാടി വീണത് ഒരു കലക്കി വെച്ചിട്ടുള്ള ഒരു കളറിന്റെ നിറത്തിന്റെ ഒരു ടാങ്കിലാണ്. അങ്ങനെ പുറത്ത് കിടക്കും, അത് ചാടി പുറത്ത് കിടക്കുമ്പോഴേക്കും അതിന്റെ ശരീരം മുഴുവൻ ചുവപ്പായി പോയി. അങ്ങനെ എല്ലാ മൃഗങ്ങളും ആദ്യമായി അങ്ങനെ ഒരു മൃഗത്തെ കണ്ട് പേടിച്ച് ഭയക്കുന്നത് കണ്ടപ്പോ ഈ കുറുക്കൻ പറഞ്ഞു, ഞാൻ ദൈവമയച്ച രാജാവാണ്. എല്ലാവരും അദ്ദേഹത്തെ അനുസരിക്കാൻ തുടങ്ങി, മൃഗങ്ങളടക്കം നമുക്കറിയാം. പക്ഷെ ഒരു പാതിരാവിൽ മറ്റു കുറുക്കന്മാരൊക്കെ കൂവുന്നത് ഒരു സന്ദർഭത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അതും ഉറക്കെ കൂവിയതാണ് കഥ. യഥാർത്ഥത്തിൽ ഉള്ളിലുള്ള വർഗീയതയുടെയും വംശീയതയുടെയും വിദ്വേഷം, ആ തിളച്ചു മറിയുന്ന വികാരം പുറത്തേക്ക് തള്ളുന്ന കാഴ്ചയാണ് നമുക്കിവിടെയും കാണാൻ കഴിയുന്നത്. ഇത്രമേൽ എന്ത് അപരാധത്തിന്റെ പേരിലാണ് ഒരു സമുദായം ഇങ്ങനെ ക്രൂശിക്കപ്പെടുന്നത് എന്നത് അവിടെ നിൽക്കട്ടെ. അതേ സന്ദർഭത്തിൽ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും തുല്യാവകാശമുണ്ടായിരിക്കെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നവർ ഭാവിയെക്കുറിച്ച് എന്താണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതാണ് നമ്മെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത്. എന്തായിരുന്നാലും
പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനയിൽ ധാരാളമായി ഉൾപ്പെടുത്തുക. നല്ല ഒരു മാറ്റത്തിന് വേണ്ടി എല്ലാ മനസ്സുകളും അതിനുവേണ്ടി തുടിക്കുന്നുണ്ട്. രാജ്യത്തെ വലിയൊരു സമൂഹം, ജനത ആഗ്രഹിക്കുന്നുണ്ട്. പടച്ച തമ്പുരാൻ എല്ലാം അറിയുന്നവനാണ്. വിശ്വാസത്തിനും ഇസ്ലാമിക സമൂഹത്തിനും ഇസ്ലാമിക പ്രവർത്തനങ്ങൾക്കും പ്രബോധനത്തിനുമൊക്കെ സഹായകരമായൊരു അന്തരീക്ഷം, സ്വസ്ഥതയും സമാധാനവും നിറഞ്ഞ അന്തരീക്ഷം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ പ്രാർത്ഥനകളിൽ നിരന്തരം നമ്മളത് ഉൾപ്പെടുത്തണമെന്ന് കൂടി ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമതായി, പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്കറിയാം കടുത്ത ചൂട്. നമ്മളിപ്പോൾ തണുത്ത AC ഉള്ള സംവിധാനത്തിലാണ് ഇരിക്കുന്നതെങ്കിലും നമുക്കറിയാം ഇതിൻ്റെ പുറത്ത് കടുത്ത ചൂടിൽ പ്രയാസം സഹിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരും ജീവജാലങ്ങളും വെള്ളത്തിൻ്റെ ക്ഷാമമടക്കം വലിയ പ്രയാസങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ്. പ്രിയമുള്ളവരെ, തീർച്ചയായും 2-3 കാര്യങ്ങൾ അടിസ്ഥാനപരമായി നമ്മൾ ഓർക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത്, നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ കൊണ്ടാണ്, നിങ്ങൾ ചെയ്യുന്ന പാപങ്ങൾ കൊണ്ടാണ്. പ്രത്യേകിച്ചും വെള്ളത്തെക്കുറിച്ച് നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ സൂചിപ്പിച്ചു പോവാണ്. തടയപ്പെടുന്നത് മനുഷ്യർ ചെയ്യുന്ന പാപങ്ങൾ കൊണ്ടാണ് എന്നാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതം, ഞാനടക്കം നമ്മുടെ ജീവിതത്തെ കൂടുതൽ അള്ളാഹുവുമായി അടുക്കുന്നതാക്കി മാറ്റുക എന്നുള്ളതാണ് ഒന്നാമത്. രണ്ടാമത്, നമുക്കറിയാം ഈ വെള്ളം, മഴ എന്ന് പറയുന്നത് പൂർണ്ണമായും അള്ളാഹുവിൻ്റെ മാത്രം കൈപ്പിടിയിലുള്ള ഒന്നാണ്. ഏതുപോലെ മനുഷ്യന്റെ ജനനം പോലെ മരണം പോലെ അവിടെ അതേ സമൂഹത്തിലാണ് അള്ളാഹു മഴയെക്കുറിച്ചും വെള്ളത്തെക്കുറിച്ചും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അള്ളാഹുവിനോട് ധാരാളമായി പ്രാർത്ഥിക്കുകയല്ലാതെ ശരിക്കുള്ളൊരു പരിഹാരവും മറ്റൊരു പരിഹാരവും മനുഷ്യന്റെ മുമ്പിലില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ധാരാളമായി പ്രാർത്ഥിക്കണം. ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച കള്ളക്കഥകളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുന്നുണ്ട്. ഒരുപാട് കള്ളദൈവങ്ങൾ, ഒരുപാട് ഔലിയാക്കൾ. അങ്ങനെ എല്ലാവർക്കും ഇതൊരു അവസരമാണ്. അവർക്കൊക്കെ വല്ല കഴിവുമുണ്ടെങ്കിൽ ഇതുപോലെ മനുഷ്യൻ പൊറുതിമുട്ടുന്ന ഒരു സന്ദർഭത്തിൽ ജലം വർഷിക്കട്ടെ. നമുക്കറിയാം അള്ളാഹു തന്നെ പറയുന്ന ഒരാൾക്കും അതിനുള്ള കഴിവില്ല, അള്ളാഹിന്റെ മാത്രം അധികാരത്തിലാണ്. അതുകൊണ്ട് നിഷ്കളങ്കമായി നമ്മൾ ധാരാളമായി പ്രാർത്ഥിക്കണമെന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹത്തിൻ്റെ, സമാധാനത്തിൻ്റെ മഴ നമുക്ക് വർഷിച്ചു തരുമാറാകട്ടെ. ഒരുപാട് ജീവജാലങ്ങൾ, ഒരുപാട് മനുഷ്യർ പ്രയാസപ്പെടുന്ന ഒരു ഘട്ടത്തിൽ കരുണാവാരിധിയായ നാഥ, എല്ലാം അറിയുന്ന തമ്പുരാനെ, നാഥ, ഞങ്ങളുടെ വീഴ്ചകൾ കൊണ്ട്, പോരായ്മകൾ കൊണ്ട് ഞങ്ങൾക്കുള്ള അനുഗ്രഹങ്ങളെ നീ തടഞ്ഞു വെക്കരുത് നാഥ. ഞങ്ങൾക്കുടെ സമാധാനത്തിനും സ്വസ്ഥതയ്ക്ക് ഉപകാരപ്പെടുന്ന അനുഗ്രഹീതമായ മഴ ഞങ്ങൾക്ക് നീ വർഷിച്ചു തരണമേ തമ്പുരാനെ. അള്ളാഹുവെ, നിന്റെ കാരുണ്യവും നിന്റെ സ്നേഹവും ഞങ്ങളിൽ നീ വർഷിക്കണേ തമ്പുരാനെ. ഒരുപാട് ജീവജാലങ്ങൾ, മൃഗങ്ങൾ, കുട്ടികൾ, കുരുന്നുകൾ, വൃദ്ധന്മാർ എല്ലാവരും ഇതിൻ്റെ ദുരന്തം, വിഷമങ്ങൾ പേറിക്കൊണ്ടിരിക്കുന്നവരാണ്. വലിയ സംവിധാനങ്ങളൊന്നുമില്ലാത്ത 10,000-കണക്കിന് മനുഷ്യരുടെ സങ്കടവും വേദനയും കൂടിയാണത്. അതാ എല്ലാവർക്കും ആശ്വാസകരമായി തീരുന്ന നല്ലൊരു മഴകൾ ഞങ്ങൾക്ക് നീ വർഷിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സ്വസ്ഥതയും പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അക്കൂട്ടത്തിൽ പ്രിയമുള്ളവരെ, 1-2 അറിയിപ്പുകളുണ്ട്. അതിലൊന്ന്, കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മക്കളുടെ ഏറ്റവും അവരുടെ പ്രായം അവരുടെ സ്വഭാവം രൂപപ്പെടുന്ന ടീനേജ് പ്രായമാണ്. 8, 9, 10 ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരു പ്രായം. ആ പ്രായത്തെ പരിഗണിച്ചുകൊണ്ടാണ് അവർക്ക് വേണ്ടി മാത്രമായി അങ്ങനെ ഒരു വെക്കേഷൻ ക്യാമ്പ് നമ്മൾ സംഘടിപ്പിച്ചത്. 3 ദിവസവും നല്ല അനുഗ്രഹീതമായ പരിപാടികളാണ് നമ്മൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. പ്രവാചകനെ മാതൃകയാക്കാൻ, നല്ല മക്കളെ എങ്ങനെ ആകാമെന്ന് പഠിപ്പിക്കുന്ന അനുഗ്രഹീതമായ പ്രഭാഷകന്മാരെയാണ് നമ്മൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ആ അർത്ഥത്തിൽ ആ പരിപാടിയിൽ നമ്മുടെ മക്കളെ പങ്കെടുപ്പിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. 28, 29, 30 തീയതികളിൽ MCS സ്കൂളിലാണ് പ്രോഗ്രാം നടക്കുന്നത്. രാവിലെ 9:30 മുതൽ വൈകിട്ട് 4:30 വരെയാണ് പരിപാടി. ആ അർത്ഥത്തിൽ അത് ഇനിയും ജോയിൻ ചെയ്യാത്ത, പേര് തരാത്തവർ എത്രയും പെട്ടെന്ന് അതിൽ ചേർക്കണമെന്നും കുട്ടികളെ പറഞ്ഞേക്കണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമതായിട്ട്, ഈ മാസം 28, ഈ വരുന്ന ഞായറാഴ്ച തന്നെ നമ്മുടെ ജില്ലയിൽ നിന്ന് ഹജ്ജിന് പോകുന്നവർക്ക് വേണ്ടി, ഹജ്ജ് പുറപ്പെടാൻ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ക്യാമ്പ് പാലക്കാട് വെച്ച് നടക്കുന്നുണ്ട്, ഫൈൻ സെന്ററിൽ. അപ്പോൾ ആ പരിപാടിയിലും എല്ലാ
ആ അർത്ഥത്തിലുള്ള സഹോദരങ്ങളൊക്കെ പങ്കെടുക്കണം. നമ്മുടെ ബന്ധത്തിലോ സ്വന്തത്തിലോ ഒക്കെ ഉള്ള ആളുകളുണ്ടെങ്കിൽ രാവിലെ 9 മുതൽ വൈകുന്നേരം 4 വരെയാണ് പരിപാടി നടക്കുന്നത്. അവർക്കുള്ള ഭക്ഷണവും അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ പരിപാടിയിൽ ഹജ്ജിന് പോകുന്ന എല്ലാ സഹോദരങ്ങളും പങ്കെടുക്കണമെന്നും പങ്കെടുപ്പിക്കണമെന്നും നമ്മളൊക്കെ ഈ വിവരം കൈമാറണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മൾ നന്മ ഉദ്ദേശിച്ച് നടത്തുന്ന എല്ലാ സംരംഭങ്ങളെയും അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ കരുണയും സ്നേഹവും അവൻ നമ്മിൽ വർഷിപ്പിക്കുമാറാകട്ടെ. ഇന്നത്തെ ഒരു പ്രത്യേക പശ്ചാത്തലത്തിലാണ് നമ്മൾ അല്പം നേരത്തെ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നത്. പരമാവധി ആളുകൾക്ക് ഈ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി ആർക്കും ഒരു പ്രയാസം വരേണ്ട വോട്ടുമായി ബന്ധപ്പെട്ട് ആ അർത്ഥത്തിൽ അതിനെ നമ്മൾ ഉൾക്കൊള്ളുക. അള്ളാഹു ലോകത്തും വിജയിക്കുന്ന വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار لا تشوي خلقنا بالنار إنها بئس الدار وبئس المثوى وبئس القرار. آمين آمين برحمتك يا أرحم الراحمين. السلام.